അപ്പൊ എങ്ങനെയാ ഒരു പായസം ഉണ്ടാക്കിയാലോ? ആക്ച്വലി നല്ലപോലെ കിടന്ന് റീൽസ് സ്ക്രോൾ ചെയ്യായിരുന്നു ഞാൻ. അതിന്റെ ഇടയിൽ എന്റെ കണ്ണിൽ ഒരു പായസം വന്നു വിട്ടു. അപ്പൊ പിന്നെ കഴിക്കാനൊരു കൊതി. ഞാനൊരു സേമിയ പായസത്തിന്റെ ഫാനേ അല്ല, പെട്ടെന്ന് ഉണ്ടാക്കി കിട്ടണം എന്നുള്ള ഉദ്ദേശത്തിൽ എടുത്തതാണ്. സേമിയം പറഞ്ഞിട്ട് മക്രോണി എടുത്ത് നിൽക്കണ എന്തിനാണല്ലേ? സേമിയം വളരെ കുറവായിരുന്നു. അപ്പൊ വിചാരിച്ചു മക്രോണി കുറച്ച് ക്രഷ് ചെയ്തിട്ട് കൊടുക്കാന്ന്. ഇത് എന്റെ ബുദ്ധിയിൽ ഉദിച്ചൊന്നല്ല കേട്ടോ, ഉമ്മാന്റെതാണ്. കാഷ്യൂ ഇല്ലാണ്ട് എന്ത് പായസമല്ലേ? അപ്പൊ അതെടുത്ത് കുറച്ച് കഴിക്കണല്ലോ. ഇപ്പാണ് ഞാൻ ആലോചിക്കണട്ടോ, എന്താ ഞാൻ റേസിൻസ് എടുക്കാണ്ടെന്ന്. പക്ഷെ എനിക്ക് ആ റോസ്റ്റ് ചെയ്ത റേസിൻസ് വലിയ താല്പര്യമൊന്നും ഇല്ല. അപ്പൊ ഇതേ നമ്മള് പാൻ ഇങ്ങനെ ചൂടായി വരുമ്പോ ഗീ ഇട്ട് കൊടുക്കണം. ഗീ ഇങ്ങനെ ചൂടായി വരുമ്പം റേസിൻസ് അങ്ങോട്ട് കൊടുക്കണം. സോറി, കാഷ്യൂസ് അങ്ങോട്ട് കൊടുക്കണം. നമുക്ക് സ്റ്റിർ ചെയ്യാൻ എന്തെങ്കിലും വേണമല്ലോ. എന്റെ കണ്ണിൽ ഇതായിരുന്നു കിട്ടിയത്. പിന്നെ എനിക്ക് അധികം ചിന്തിക്കാനൊന്നും കഴിയാത്തതുകൊണ്ടും മടിയില്ലാത്തതുകൊണ്ടും ഞാൻ ഇത് വെച്ച് ഇളക്കി. പിന്നെ ഇത് സ്റ്റെപ്പ് നമ്പർ 2, ക്രഷ് ചെയ്ത മക്രോണി ഇട്ട് കൊടുക്കുന്നു, സേമിയ ഇട്ട് കൊടുക്കുന്നു. പിന്നെ ഇത് ചൂടാക്കാൻ വെച്ച ബിരിയാണി ഇളക്കുന്നു. എന്താ എന്റെ ഒരു അവസ്ഥ? ഞാനിപ്പോ വെജിറ്റേറിയൻ ആയതുവരെ അറിഞ്ഞില്ലേ, പിന്നെ എന്തിനെങ്ങനെ ഇടങ്ങറാക്കണത്? നമ്മളെ സേമിയ ഇതുപോലെ ബ്രൗൺ കളറിൽ അങ്ങ് ആയി വരുമ്പോ പാലങ്ങ് ഒഴിച്ചു കൊടുക്കണം. എന്തിട്ടാലും എങ്ങനെയിട്ടാലും നമ്മൾ അങ്ങോട്ടും ഇങ്ങോട്ടും കുറച്ച് ഇളക്കണല്ലോ. ഇളക്കാൻ കുറച്ച് എനിക്ക് ഇഷ്ടമാണ്. ഓരോന്നിനൊരു മട്ടത്തിൽ ഇളക്കണം കേട്ടോ, അല്ലെങ്കിൽ പണി പാളും. ഇത് നമ്മള് പാല് തിളച്ച് വരുന്നുണ്ട്. അപ്പൊ തിളച്ച് വരുമ്പോ നമ്മൾ എന്ത് ചെയ്യണം? അടുത്ത് നമ്മള് ഷുഗർ ഇട്ട് കൊടുക്കണം. ഷുഗർ അല്ലാണ്ട് എന്ത് പായസമല്ല, അതങ്ങ് വാരി ചൊരിഞ്ഞങ്ങിട്ട് കൊടുക്കണം. ഇതൊരു ശീലമാക്കിയ ഡയബറ്റീസ് ഒക്കെ വരും, എപ്പോഴെങ്കിലും ഒക്കെ ആവാം, കുഴപ്പമില്ല. അത് കഴിഞ്ഞത് നമ്മൾ ഏലക്കായ ഇട്ട് കൊടുക്കുന്നുണ്ട്. മിൽക്ക് മെയ്ഡ് ഒന്നില്ലാത്തതുകൊണ്ട് നമ്മൾ അതങ്ങ് സ്കിപ്പ് ചെയ്തു. ഒരു സിമ്പിൾ പായസമാണെങ്കിലും കഴിക്കാൻ നല്ല രസമുണ്ടായിരുന്നു. പക്ഷെ പാല് കുറച്ചുകൂടി വേണം തോന്നുന്നു.